മലയാളത്തിലെ ആക്ഷൻ ത്രില്ലറായ അയ്യപ്പൻ കോശിയും എന്ന ചിത്രത്തിൽ പൃഥ്വിരാജും ബിജു മേനോനും തകർപ്പൻ പ്രകടനമാണ് കാഴ്ചവെച്ചത്. എന്നാൽ അയ്യപ്പൻ നായരുടെ ധീരയായ ആദിവാസി ഭാര്യയായ കണ്ണമ്മ എന്ന കഥാപാത്രത്തിലൂടെ നടി ഗൗരി നന്ദ സിനിമാ പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റി. അഭിനയത്തോടൊപ്പം യാത്രകളും ഗൗരിക്ക് ഇഷ്ടമാണ്. സാഹസിക യാത്രകളിൽ താല്പര്യമില്ലെങ്കിലും ദൈവഭക്തിയോടുള്ള യാത്രകൾ ചെയ്യാൻ അവർ ഇഷ്ടപ്പെടുന്നു. ഗൗരിയുടെ യാത്രാനുഭവങ്ങൾ: ഞാനൊരു മതവിശ്വാസിയാണെന്നും എൻ്റെ യാത്രകളിൽ ഭൂരിഭാഗവും അമ്മയോടൊപ്പം ക്ഷേത്രങ്ങൾ സന്ദർശിക്കാനാണ് എന്നും പറയുന്നതിൽ എനിക്ക് ഒരു മടിയുമില്ല. എനിക്ക് മനസ്സമാധാനം ആവശ്യമുള്ളപ്പോൾ ഒരു പുണ്യസ്ഥലത്തിന് മുന്നിൽ കണ്ണുകൾ അടച്ചു നിൽക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു, അവർ പറയുന്നു. ഗൗരിയുടെ പൂർവിക ആരാധനാലയം അവരുടെ ജന്മനാടായ ചേർത്തലയിലാണ്. ആത്മീയവും ഭക്തിയും നിറഞ്ഞ ഒരു അന്തരീക്ഷത്തിലാണ് അവർ വളർന്നത്. അതുകൊണ്ടാണ് അവർ ക്ഷേത്രങ്ങൾ സന്ദർശിക്കാൻ ഇഷ്ടപ്പെടുന്നത്. എന്നാൽ മറ്റു സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യാനും തനിക്ക് ഇഷ്ടമാണെന്ന് നടി പറയുന്നു. നടിയുടെ ഏറെ കാലത്തെ സ്വപ്നമാണ് ഹിമാലയം സന്ദർശിക്കുക എന്നത്. ഹിമാലയത്തിലേക്ക് യാത്ര ചെയ്യുന്നവരുടെ ഹൃദയസ്പർശിയായ കഥകൾ ഗൗരിയുടെ ദീർഘകാല സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന് ഒരു ഉത്തേജകമായി മാത്രമേ വർത്തിക്കുന്നുള്ളൂ. ഹിമാലയ സന്ദർശനം ഒരു സ്വപ്ന സാക്ഷാത്കാരം മാത്രമായിരിക്കും. അതുകൊണ്ട് എല്ലാം ശരിയാകുമ്പോൾ ഞാൻ എൻ്റെ ബാഗുകൾ പാക്ക് ചെയ്ത് ഹിമാലയത്തിലേക്കുള്ള യാത്ര ആരംഭിക്കും. പക്ഷേ യാത്ര ചെയ്യുമ്പോൾ വലിയ റിസ്ക് എടുക്കുന്ന ആളല്ല ഞാൻ. എൻ്റെ എല്ലാ യാത്രകളിലും അമ്മ എന്നെ അനുഗമിക്കുന്നതിനാൽ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ അമ്മ എന്നെ അനുവദിക്കാറില്ല. എൻ്റെ അമ്മ ആ യാത്രകളിൽ സഹയാത്രികയാകാനുള്ള സാധ്യത വളരെ കൂടുതലായതിനാൽ ഞാൻ വളരെ ശ്രദ്ധയോടെ ഹിമാലയൻ യാത്ര ആസൂത്രണം ചെയ്യേണ്ടി വരും, ഗൗരി പറയുന്നു. അയ്യപ്പനും കോശി എന്ന സിനിമയുടെ ചിത്രീകരണത്തിനിടെ പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിലെ പ്രശസ്തമായ ഒരു ക്ഷേത്രം സന്ദർശിക്കാൻ ഗൗരി അടുത്തിടെ നടത്തിയ ഒരു പ്രത്യേക യാത്രയായിരുന്നു. അട്ടപ്പാടിയിലെ പ്രശസ്തമായ മല്ലേശ്വരം യാത്രയെക്കുറിച്ച് മിക്കവർക്കും അറിയാം. അട്ടപ്പാടിയിലെ പ്രശസ്തമായ മല്ലേശ്വരം ക്ഷേത്രത്തെക്കുറിച്ച് മിക്കവർക്കും അറിയാം. ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയിൽ കാടിൻ്റെ സ്പന്ദനം അനുഭവിക്കാൻ കഴിയും.